ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിനോദ് പോണച്ചിറ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാരിദ്ര്യം എന്ന അവസ്ഥയുടെ ഭീകരത എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതലായും ദാരിദ്ര്യമുണ്ടാകുന്ന ഇന്നത്തെ സാഹചര്യം ഒന്നെങ്കിൽ ജോലിക്ക് പോകാതെയൊക്കെ വീട്ടിൽ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ജോലിക്ക് പോയി കിട്ടുന്ന പണം 10,000 രൂപ 1,500 രൂപയ്ക്കൊക്കെ പണിയുന്നവർ നല്ല മദ്യപാനികളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുർച്ചെലവുകൾ അവർക്കുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഇന്ന് സാധാരണമായ ദാരിദ്ര്യം വീടുകളിലെത്തുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആരുമില്ലാത്ത ഒരമ്മയും മകളും ഒറ്റയ്ക്ക് താമസിക്കുകയും അവർ പ്രഷർ കുക്കറിനകത്ത് റേഷനരിയുടെ കൂടെ മുളക് പൊടിയും മാത്രമിട്ട് ചീറ്റിച്ച് വേവിച്ച് അങ്ങനെ കഴിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ആ മകൾ ദാരുണമായി മരണമടഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ദാരിദ്ര്യങ്ങളും കേരളത്തിലുണ്ടാകാറുണ്ട്. എന്നാൽ 1,500-2,000 രൂപയ്ക്കൊക്കെ ഒരു ദിവസം പണിയുന്നവർ മദ്യപിച്ച് പണം നശിപ്പിച്ചിട്ട് ഉമ്മൻചാണ്ടി ഭവന നിർമ്മാണ പദ്ധതിയിൽ വീടിനപേക്ഷിക്കുകയും ജനം എതിർക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളും ഈ അടുത്ത കാലത്തായി ഉണ്ടായി. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും അവരവരുടെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് വരുത്തി തീർത്ത് മദ്യപാനികൾ അവരുടെ പ്രായമായ പിതാക്കന്മാരെ ലോട്ടറി കച്ചവടത്തിനും മറ്റും ഇറക്കാറുണ്ട്. ലോട്ടറിയും ആയിട്ട് വഴി സൈഡിൽ നല്ല പ്രായമുള്ള ആൾക്കാർ നിൽക്കുന്നത് കാണുമ്പോൾ ദയ തോന്നി ധാരാളം പേർ ലോട്ടറി വാങ്ങാറുണ്ട്. ഇവരുടെയൊക്കെ മക്കൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പ്രാപ്തരായിരിക്കും. പക്ഷേ എന്നിട്ടും ഇവരെന്താണ് ലോട്ടറിയും കൊണ്ടുവരുന്നത്? അത് അച്ഛൻ പോയി ലോട്ടറി വിറ്റിട്ട് വാ, ചെലവിനുള്ള കാശ് കിട്ടും എന്ന കാഴ്ചപ്പാട് മക്കൾക്കുള്ളത് കൊണ്ടാണ്. മക്കളെ വളർത്തി വലുതാക്കി പ്രാപ്തരാക്കിയ അച്ഛനമ്മമാർക്കും ഇന്ന് പുതിയ സമൂഹത്തിലെ ചില നികൃഷ്ട ജീവികൾ നൽകുന്ന ഒരു സമ്മാനമാണിത്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.